ഇന്ന് കോളേജില്ല കേട്ടോ. നമുക്ക് ചക്ക വരട്ടി വയ്ക്കാം. അപ്പോൾ അതിനായിട്ട് ചക്ക പഴുത്തിരിപ്പുണ്ടായിരുന്നു. കോളേജില്ലാത്ത ദിവസങ്ങളിൽ ഇങ്ങനത്തെ പണി ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നല്ല മെനക്കെട്ട പരിപാടിയാണ്. ചക്ക അത് വൃത്തിയാക്കി എടുക്കണം, നന്നായിട്ട് അരച്ചെടുക്കണം, പിന്നെ കൈവിടാതെ ഇളക്കി 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 അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ തീ നോക്കണം. അങ്ങനെ കോളേജുള്ള ദിവസമാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ തന്നെ ക്ഷീണമായിരിക്കും. പിന്നെ ഇതുകൂടെ ചെയ്യാൻ പറ്റില്ല. അപ്പം ഇന്നെന്തായാലും കോളേജില്ലായിരുന്നു. അപ്പോൾ ചക്ക വരട്ടി വെക്കാമെന്ന് വെച്ചു. ചക്ക വരട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപകാരമാണ്. നമുക്ക് രാവിലത്തെ പലഹാരങ്ങൾ, അതായത് ചക്കയുടെ ഉണ്ടാക്കാം, അതല്ലേ തെരളി ഉണ്ടാക്കാം, കൊഴുക്കട്ട ഉണ്ടാക്കാം, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാക്കാം. പിന്നെ വേണമെങ്കിൽ എനിക്ക് ഇടയ്ക്ക് പായസമൊക്കെ കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇത് വെച്ചിട്ട് ചക്കപ്രഥമൻ ഉണ്ടാക്കാം. അപ്പോൾ കോളേജ് വിട്ട് വന്നിട്ടാണെങ്കിലും നമുക്ക് എന്തെങ്കിലും തട്ടിക്കൂട്ടാനൊക്കെ ഇത് ധാരാളമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അവധിയാണ്, ചക്ക പഴുത്തുരുപ്പുണ്ട്, എന്നാൽ പിന്നെ അതങ്ങ് ഉണ്ടാക്കി വയ്ക്കാമെന്ന്. അപ്പോൾ ഇത് ഉണ്ടാക്കി വയ്ക്കാൻ നല്ല ക്ഷമയും അതുപോലെ നല്ല സമയവുമാണ് നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വേണ്ടത്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള ജോലിയാണ്, ഇങ്ങനത്തെ പരിപാടികളൊക്കെ. അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. അതുമാത്രമല്ല, നമുക്കിതൊക്കെ ചെയ്തു തരാൻ നമ്മൾ മാത്രമേ ഉള്ളെങ്കിൽ പിന്നെ നമ്മളിത് ചെയ്യുമല്ലോ. അപ്പം ഞാൻ അങ്ങനെ ചെയ്ത് പഠിച്ച കേട്ടോ. ഇപ്പം ഞാനിതിനൊക്കെ ഭയങ്കര എക്സ്പേർട്ടാണ്. ആദ്യമൊക്കെ ഇത് നന്നായിട്ട് പൊട്ടുമായിരുന്നു. അപ്പോൾ കയ്യിലൊക്കെ തെറിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നീടാണ് ഞാൻ ചെയ്ത് ഇതിന് ചില സീക്രട്ടും ടിപ്സും ട്രിക്സും ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചട്ടുകത്തിൻ്റെ അടുത്ത് പിടിച്ചാലും ചെയ്യാൻ പറ്റുമെന്ന് പഠിക്കുന്നത്. കാരണം നമ്മൾ കൂടുതൽ ചെയ്യുന്തോറും ആണല്ലോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അപ്പം അങ്ങനെ ഞാൻ ചക്ക വരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്